सफर करते जा खुली आँखों से नई चाहों से ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളങ്ങനെ ഹംപിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിജയദേവരായ എംപയർ ഹംപിയുടെ ഗേറ്റ് വേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഹംപിയിൽ എത്തിച്ചേർന്നു. പക്ഷേ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് സൈറ്റ് സീയിങ് ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ സൈറ്റ് സീയിങ്ങിനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കുവാണ്. ബൈക്കിലാണ് നമ്മൾ സൈറ്റ് സീയിങ് നടത്തുന്നത്. അപ്പോൾ ഹംപിയുടെ ആ ഒരു അതിർത്തി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റോഡാണ് ഹംപിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ചുറ്റിനും നിങ്ങൾക്ക് ആ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയാസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, മുഴുവൻ പാറക്കൂട്ടങ്ങളൊക്കെയാണ്. പാറക്കൂട്ടങ്ങൾ അടുക്കി വെച്ച് അതിമനോഹരമായ രീതിയിലാണ് സംഭവം. നിങ്ങൾക്ക് കാണാം അവിടെ കൽമണ്ഡപവും കാര്യങ്ങളും ഒരുപാട്. എവിടെ നോക്കിയാലും കൽമണ്ഡപങ്ങളും പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വളരെ 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 മനോഹരമായ ഒരു സിറ്റിയാണ് ഹംപി. അപ്പോൾ എന്തായാലും നമുക്ക് ഹംപിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ ഹംപി മാർക്കറ്റിലുള്ള രാജ്ബായിയുടെ ചെറിയ തട്ടുകടയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പൂരി സെറ്റും അതുപോലെ തന്നെ ഇഡലിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം തന്നെ വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ് പോകാനായി തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങി. പണ്ട് കേരളത്തിൽ ജോലി ചെയ്തിരുന്ന മഹേന്ദ്ര ഗൗഡയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ വളരെയധികം കൗതുകമായിരുന്നു. അതുകൊണ്ട് തൻ്റെ കൂട്ടുകാരെയും കൂട്ടി തപ്പടിയോടുകൂടിയാണ് ഞങ്ങളെ ഹംപിയിലേക്ക് വരവേറ്റത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലെ പ്രശസ്തമായ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ വിശേഷങ്ങളിലേക്കും അതിൻ്റെ കാഴ്ചകളിലേക്കുമൊക്കെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇങ്ങനെ ഒരു ഇടനാഴി കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പിന്നെയും ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. താഴത്ത് ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ വേണം, ഈ എൻട്രൻസും കൂടി കടന്നിട്ട് വേണം നമുക്ക് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ ഇതിനും ചാർജസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രൻസ് അതുപോലെ തന്നെ നിവേദ്യങ്ങളുടെ ചാർജസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ പോലെയുള്ള വസ്തുക്കൾ അകത്തേക്ക് എടുക്കുമ്പോഴുള്ള ചാർജസും അവരുടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ടിലുള്ള നട. റൂഫ് ടോപ്പിലെല്ലാം ഒരുപാട് ഛായാചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതെല്ലാം നാച്ചുറലായിട്ടുള്ള പച്ച ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുള്ളതാണ്. ഓരോ ദൈവങ്ങളുടെയും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻസിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു മാജിക്ക് ഞാൻ കാണിച്ചു തരാം. വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ മാജിക് എന്നാണ് ഇതിന് പറയുന്നത്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു രസകരമായ ഒരു കൗതുകമാണിത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിഗ് ഗോപുര ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് ഈ സംഭവത്തിന് പറയുന്നത്. അതപ്പോൾ നമുക്ക് ഈ ഒരു ഇരുട്ട് മുറിയിലേക്ക് നമുക്ക് പോകണം. അമ്പലത്തിൻ്റെ ബാക്കിലാണ് ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഇരുട്ട് അറയിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ നോക്കൂ, അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ ഒരു ഇമേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ തിയേറ്റർ സ്ക്രീനിലെ പ്രൊജക്ഷൻസ് ഒക്കെ പോലെ തന്നെ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഈ ഒരു ചെറിയൊരു കല്ലിൻ്റെ ഹോള് വഴി ആ ഒരു സംഭവം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഇമേജ് ഒരു ലെൻസ് പോലെ അവരിങ്ങനെ ചെയ്ത് ആ ഒരു പ്രതലത്തിൽ ഭിത്തിയിൽ അത് പതിച്ചിരിക്കുകയാണ്. നന്ദി ടെമ്പിൾസ് എല്ലാം എല്ലാ ശിവ ടെമ്പിളിലും ഉണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു 3 നന്ദീസ് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ആർക്കിടെക്ചർ ഫോം ഈ ഒരു നമ്മുടെ വിരൂപാക്ഷ ടെമ്പിളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു റയറസ്റ്റ് ഫോം ഓഫ് നന്ദി വിഗ്രഹാസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. വിരൂപാക്ഷ ടെമ്പിളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നന്ദി വിഗ്രഹമാണിത്. 3 നന്ദി വിഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സ്കൾപ്ചറാണിത്. ആക്ച്വലി ഇത് വളരെ റെയറായിട്ടാണ് നമുക്ക് ഇന്ത്യൻ ടെമ്പിൾസിലൊക്കെ കാണാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മെയിൻ പ്രതിഷ്ഠയിൽ നിന്ന് നമ്മൾ തൊഴുത് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് പ്രിമൈസ് ആണ്. ഈ വിരൂപാക്ഷ ടെമ്പിളിൽ 2 പ്രിമൈസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിന്നതും ഇപ്പോൾ കണ്ടതുമെല്ലാം ഫസ്റ്റ് പ്രിമൈസ് ആണ്. ഇതിനുശേഷം ഇവിടെ ഒരു സെക്കൻഡ് പ്രിമൈസസ് ഉണ്ട്. അപ്പോൾ ഞാനത് ക്യാമറയിൽ കാണിക്കാം. ഈ ഒരു ടെമ്പിളിൻ്റെ ഫസ്റ്റ് പ്രിമൈസസിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു സെക്കൻഡ് പ്രിമൈസസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമുക്ക് റിവർ ഉണ്ട്, തുംഗഭദ്ര റിവർ, നമ്മുടെ തുംഗ റിവർ. അപ്പോൾ ആക്ച്വലി ഈ തുംഗഭദ്ര റിവർ, ഈ റിവറിന് പമ്പ എന്ന് കൂടി പേരുണ്ടായിരുന്നു ആക്ച്വലി. അങ്ങനെ ആ പമ്പ എന്ന വാക്ക് ലോപിച്ചാണ് അത് ഹംപി എന്ന വാക്കിലേക്ക് പോയത്. അപ്പോൾ ഇത് സെക്കൻഡ് പ്രിമൈസസ് ഓഫ് ദ ടെമ്പിൾ ആണ്. ആ ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ, വിരൂപാക്ഷ ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയുള്ള മറ്റൊരു കോമ്പൗണ്ടാണിത്. ഇവിടെയാണ് അമ്പലത്തിൻ്റെ ആ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത്. നല്ല രസകരമായ രീതിയിലുള്ള ഒരു കുളവും സംഭവങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ്ലി സ്റ്റോൺ പേവ്ഡ് ആണ്. പ്രധാനമായും 2 ഗോപുരങ്ങളാണ് ഈ ഒരു ഹംപി ടെമ്പിൾ, വിരൂപാക്ഷ ടെമ്പിളിനുള്ളത്. അങ്ങനെ ഞങ്ങൾ വിരൂപാക്ഷ ടെമ്പിളിൽ നിന്നും തുംഗഭദ്ര നദി കാണാനായി ഞങ്ങൾ നടന്നു. അമ്പലത്തിന്റെ അടുത്ത് കൂടി തന്നെയുള്ള ഒരു ഇടനാഴികയിലൂടെയാണ് നമ്മൾ ആ നദിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ വഴിയിലെല്ലാം ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ സന്യാസിമാരും കന്നുകാലികളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആ പരിസരത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് നദി ഞങ്ങൾ കണ്ടു. അപ്പോൾ കൽപ്പടവുകൾ ഇറങ്ങി വേണം നമ്മൾ ആ ഒരു നദിയിലേക്ക് നമുക്ക് എത്താനായിട്ട്. അപ്പോൾ നദിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ ഒരു ആനയെ കുളിപ്പിക്കുന്ന ഒരു രംഗം അവിടെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് ക്ഷേത്രത്തിലെ ആനയൊന്നുമല്ല, അത് ആരോ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആനയാണ്. അനുഗ്രഹം കൊടുക്കുമ്പോൾ വരുന്ന ഫോറിനേഴ്സിനൊക്കെ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വളർത്തുന്ന ഒരു ആനയാണ്. അപ്പോൾ ആനയെ കുളിപ്പിക്കുന്ന ആ കാഴ്ച കാണാനായിട്ട് സ്വദേശികളും വിദേശികളുമായ ഒരുപാട് സഞ്ചാരികൾ ആ ഒരു കാഴ്ച നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും അവരോടൊപ്പം ആ കാഴ്ച ഇങ്ങനെ കണ്ടിരുന്നു. ആ സമയത്ത് ഒരു ബാലൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഹംപിയുടെ കുറേ സ്റ്റാമ്പും പോസ്റ്റ് കാർഡും എല്ലാം വിൽക്കാനായിട്ട് ഞങ്ങളെ സമീപിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു പോസ്റ്റ് കാർഡ് ഞാൻ മേടിച്ചു. വളരെ മനോഹരമായ ഒരു പോസ്റ്റ് കാർഡാണത്. അപ്പോൾ ഈ ഒരു തുംഗഭദ്ര റിവറാണ് നമ്മുടെ മെയിൻ ഹംപിനെ ഒരു 2 പാർട്ടാക്കി തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്താണ് നമ്മുടെ വിരൂപാക്ഷ ടെമ്പിൾ, നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത്. അതിനുശേഷം വി ഹാവ് ദി തുംഗഭദ്ര റിവർ ഹിയർ ആൻഡ് അക്കരയിലും അടുത്ത കരയിലും ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹംപി ഇറ്റ്സെൽഫ്. അപ്പോൾ ദി അതർ സൈഡ് ഓഫ് ഹംപി എന്ന് നമ്മുടെ ആനന്ദം മൂവിയിലൊക്കെ പറയുന്നില്ലേ, അത് ഈ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടീഷനാണ് ദ അതർ സൈഡ് ഓഫ് ഹംപി എന്നവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹംപി ഈസ് ആക്ച്വലി 2 കരകൾ കൂടി ചേർന്നതാണ് സംഭവം. അപ്പോൾ എന്നാലാണ് ഒരു ടോട്ടാലിറ്റിയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. വി ഹാവ് എ ബോട്ട് സർവീസ് ഹിയർ. അപ്പോൾ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയുള്ള ബോട്ട് സർവീസാണ്. ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് സർവീസ് ഈ ഒരു കരയിൽ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബോട്ട് സർവീസ് അക്കരെ കണ്ടോ, ആ ഒരു അപ്പുറത്തെ ബാങ്ക് അതർ സൈഡ് ഓഫ് ദി റിവർ അവിടെയാണ് എത്തിച്ചേരുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു റിവറിൻ്റെ നടുക്കുള്ള ഈ ഒരു പാറയിൽ വി ഹാവ് എ നന്ദി സ്റ്റാച്ചു ഓൺ ദാറ്റ് പാറ ആൻഡ് ആസ് വെൽ ആസ് അടുത്തൊരു പാറയിൽ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ സ്തൂപം, ദർ ഇസ് എ സ്റ്റോൺ സ്തൂപം ദർ ആൻഡ് വെൻ വി ലുക്ക് വി ക്യാൻ ജസ്റ്റ് സീ. എനിക്ക് തോന്നുന്നു അതെന്തോ ഒരു ടെമ്പിളാണോ, അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇഫ് ദർ വാസ് നമ്മൾ ഗൈഡിനൊന്നും നമ്മൾ ഹയർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു തുംഗഭദ്ര റിവറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പിന്നെയും നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിലേക്ക് നമ്മൾ വരികയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.